വെൽക്കം ബാക്ക് ടു MS സൊല്യൂഷൻ. ദിസ് ഇസ് മീ ആതിര, നിങ്ങളുടെ സ്വന്തം ബേസിക് സയൻസ് ടീച്ചർ. എല്ലാവരും സുഖമായിരിക്കുന്നോ മക്കളെ? എക്സാം ഒക്കെ എങ്ങനെയുണ്ടായി? എല്ലാവർക്കും എളുപ്പമായിരുന്നോ? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ക്ലാസ് 7 എക്സാം ആണല്ലേ നമുക്ക് നാളെ. അപ്പോൾ എക്സാമിന് നമുക്ക് എ ഗ്രേഡ് വാങ്ങണ്ടേ? എങ്ങനെയാ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും എ ഗ്രേഡ് വാങ്ങണം. നമുക്കത് MS-ന്റെ കൂടെ സെറ്റ് ആക്കിയാലോ അല്ലേ? MS സൊല്യൂഷന്റെ കൂടെ നമുക്ക് ഒരുമിച്ച് പഠിച്ച് നമുക്ക് എ ഗ്രേഡ് സെറ്റ് ആക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും, നിങ്ങൾക്കറിയാം 3 ചാപ്റ്റർ അല്ലെങ്കിൽ 4 ചാപ്റ്ററിന്റെ തുടക്കത്തിലെ കുറച്ച് ഭാഗങ്ങൾ കൂടിയാണ് എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ. അതിൽ ആ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെറ്റ് ആക്കാം. ആരംഭിക്കലാമാ? സെറ്റാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ശരിയായ പ്രസ്താവനകൾ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. തൈരിൽ ലാക്ടോബാസിലസ് ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. നാരങ്ങയിൽ ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ്. ആസിഡുകൾക്ക് ഒരു മിനിറ്റ് പെണ്ണ് ആസിഡുകൾക്ക് പുളിരുചിയുണ്ട്. ആപ്പിളില് സിട്രിക് ആസിഡ് ആണ്. കർഡ് കണ്ടെയ്ൻ ലാക്ടോബാസിലസ്, ലെമൺ കണ്ടെയ്ൻ ലാക്റ്റിക് ആസിഡ്, ആസിഡ്സ് ഹാവ് എ സോർ ടേസ്റ്റ്, ആപ്പിൾ കണ്ടെയ്ൻ സിട്രിക് ആസിഡ്. തൈരിൽ ലാക്ടോബാസിലസ് ബാക്ടീരിയ കറക്റ്റ് ആണ്. നാരങ്ങയിൽ ആസിഡ് സിട്രിക് ആസിഡ് ആണ്. തെറ്റാണല്ലേ? ആസിഡുകൾക്ക് പുളിരുചിയുണ്ട്, ശരിയാണ്. എൻ്റെ കുട്ടികൾക്ക് അറിയാം ആസിഡ്സ് ഹാവ് എ സോർ ടേസ്റ്റ്, കർഡ് കണ്ടെയ്ൻ ലാക്ടോബാസിലസ് ആണെന്ന് അറിയാം. അപ്പോൾ ആപ്പിളിലോ? ആപ്പിളിൽ ഏത് ആസിഡ് ആയിരുന്നു? മാലിക് ആസിഡ് ആയിരുന്നു. അപ്പോൾ എന്തായിരുന്നു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 1ഉം 3ഉം വരുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ? സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ആസിഡുകളുടെ ഏതെങ്കിലും 2 ഉപയോഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് എനി 2 യൂസസ് ഓഫ് ആസിഡ്സ്. നമുക്ക് എഴുതാം. നമുക്ക് അറിയുന്ന ആസിഡ്സിനെ എൻ്റെ കുട്ടികൾക്ക് അറിയുന്നത് എഴുതിക്കോളൂ. മിസ് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സൾഫ്യൂരിക് ആസിഡ് വാഹനങ്ങളുടെ ബാറ്ററിയിൽ അല്ലേ, വെഹിക്കിൾ ബാറ്ററീസിൽ സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. നൈട്രിക് ആസിഡിൽ രാസവള നിർമ്മാണം, ഫെർട്ടിലൈസർ മാനുഫാക്ചറിന് വേണ്ടിയിട്ട്. ആൻഡ് അസിറ്റിക് ആസിഡ് വിനാഗിരിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെയാണ്, പ്രശ്നമില്ല. അടുത്തത്, താഴെ നൽകിയ സവിശേഷതകൾ വിശകലനം ചെയ്ത് ജൈവവളങ്ങൾക്കും രാസവളങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ എന്തു ചെയ്യുക, പട്ടിക പൂർത്തിയാക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ അളവിൽ വേണ്ടിവരും. എന്തായിരുന്നു? റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. അമിതമായ ഉപയോഗം മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു. എക്സസീവ് യൂസ് ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ. മണ്ണിന് ദോഷകരമല്ല. നോട്ട് ഹാംഫുൾ ടു സോയിൽ. ആവശ്യമായ ഘടകം മാത്രം നൽകാം. നെസസറി കമ്പോണൻസ് ക്യാൻ ബി സപ്ലൈഡ് സെപ്പറേറ്റ്ലി. ആൻഡ് കുറഞ്ഞ അളവിൽ മതി. റിക്വയർഡ് ഇൻ ലെസർ ക്വാണ്ടിറ്റി. അപ്പോൾ എൻ്റെ കുട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ഇത് എന്ത് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുക? ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് അല്ലേ, അല്ലെങ്കിൽ ജൈവവളം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ ബോക്സിൽ എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? രാസവളമായിരിക്കും, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ആരായിരിക്കും? രാസവളം. രാസവളം എന്ന് വെച്ചാൽ കെമിക്കൽ ഫെർട്ടിലൈസർ അല്ലേ? കെമിക്കൽ. മിസ് നേരെ ഇംഗ്ലീഷ് മലയാളം തെറ്റിപ്പോയല്ലേ? നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, മിസ് ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഒന്ന് പറഞ്ഞേ, കൂടുതൽ അളവിൽ വേണ്ടി വരുന്നത് എന്തായിരിക്കും? നിങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി കേട്ടോ, മിസ്സിന് കേൾക്കാം. കൂടുതൽ അളവിൽ വേണ്ടി വരുന്ന പറഞ്ഞത് എന്തായിരിക്കും? നമുക്കിവിടെ തന്നിട്ടുണ്ട്, ഓർഗാനിക് ആണല്ലേ, ജൈവവളങ്ങളാണ്. ആൻഡ് അമിതമായ ഉപയോഗം മണ്ണിന്റെ ഘടനയെ, എക്സസീവ് യൂസ് ഡിസ്ട്രോയ് സോയിൽ, എന്താ? കെമിക്കൽ ഫെർട്ടിലൈസർ ആണ്. മണ്ണിന് ദോഷകരമല്ല, നമുക്കറിയാം ജൈവവളമാണെന്നറിയാം അല്ലേ? ജൈവവളമാണെന്നറിയാം. ആവശ്യമായ ഘടകം, നോട്ട് ഹാംഫുൾ ടു സോയിൽ എന്ന് പറയുന്നത് ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ്. ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ്. എൻ്റെ ആവശ്യമായ ഘടകം മാത്രം നമുക്ക് നൽകാൻ പറ്റും. എങ്ങനെ? കെമിക്കൽ ഫെർട്ടിലൈസർ അല്ലേ? അതായത് രാസവളം അല്ലെ? കുറഞ്ഞ അളവിൽ മതി രാസവളം അല്ലെ? കെമിക്കൽ ഫെർട്ടിലൈസർ. കെമിക്കൽ ഫെർട്ടിലൈസർ പ്രശ്നമൊന്നുമില്ല, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത്, മൂവണ്ടൻ മാവിന്റെ വേരോട് കൂടിയ ചെടിയിൽ നല്ല കായ്ഫലമുള്ള നീലം മാവിന്റെ കമ്പൊട്ടിച്ചു ചേർത്ത് മികച്ച ഇനം മാവിൻ തൈ ഉൽപ്പാദിപ്പിക്കുന്നു. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന മാവിന്റെ ഏതെങ്കിലും 2 പ്രത്യേകതകൾ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ദ ബ്രാഞ്ച് ഓഫ് ഹൈ yielding നീലം മാംഗോ ട്രീ is grafted to a മൂവണ്ടൻ മാംഗോ ട്രീ with roots to produce new high yielding mango sapling. What are the characteristics of the mango tree produced through this method? മിസ് പറഞ്ഞിട്ടുണ്ടായില്ലേ? അതായത് മിസ് എന്ത് ചെയ്തു? ചന്ദ്രേട്ടന്റെ കൃഷിയിടത്തിൽ പോയപ്പോൾ ഒരു മാവില് നീലൻ മാങ്ങയും അതുപോലെ തന്നെ നാടൻ മാങ്ങയും കണ്ടു. മിസ് ചോദിച്ചു, ചന്ദ്രേട്ടൻ ടെക്നിക്ക് പറഞ്ഞു ഗ്രാഫ്റ്റിംഗ് ആണ്, കമ്പൊട്ടിക്കലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മുടെ ചോദ്യം. മാതൃസസ്യത്തിന്റെ
ഗുണങ്ങൾ നിലനിർത്തുന്ന സസ്യം ലഭിക്കും. നല്ല കായ്ഫലവും അഭികാമ്യമായ ഗുണങ്ങളും ലഭിക്കും. സാധാരണയായി വേഗത്തിൽ ഫലം ലഭിക്കും. അതായത് ദ ഡിസൈറബിൾ ട്രേറ്റ് ഓഫ് ദ പാരന്റ് പ്ലാന്റ് ആർ റിട്ടേൺഡ് അല്ലെ. ഇറ്റ് ക്യാൻ ഗിവ് എ ഗുഡ് ഈൽഡ് ഡിസൈഡ് ക്വാളിറ്റീസ് അല്ലെ. നമുക്ക് വേണ്ട ക്വാളിറ്റി ഉള്ള എന്താ മാങ്ങേനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ വിത്ത് കുഴിച്ചിട്ട് ചെടി ഉണ്ടായി കായൊക്കെ ഉണ്ടായി അങ്ങനെ എടുക്കുന്ന സമയത്തിനൊക്കെ വളരെ കുറഞ്ഞ സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു? ഫ്രൂട്ടിന് കിട്ടുന്നു ഈ ടെക്നിക് വഴി. അടുത്തത് പരാഗസങ്കരണം വഴി ഉൽപ്പാദിപ്പിച്ച തൈച്ചെടി നട്ടിട്ടും കർഷകന് മികച്ച വിളവ് ലഭിച്ചില്ല. മികച്ച വിളവ് ലഭിക്കാൻ കർഷകൻ ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും 3 കാര്യങ്ങൾ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഫാർമർ ഡിഡ്ന്റ് ഗെറ്റ് ബെറ്റർ yield even though he planted a sapling produced by a hybridization. എന്തായിരുന്നു? വർഗസങ്കരണം വഴി വിത്തൊക്കെ നട്ടു, എന്നിട്ടും കർഷകന് എന്ത് കിട്ടിയില്ല? ഹൈ ഈൽഡ് കിട്ടിയില്ല അല്ലെ, വിളവ് കിട്ടിയില്ല. അപ്പൊ വിളവ് കിട്ടണമെങ്കിൽ വിത്ത് മാത്രം മതിയോ? പാടില്ല. എന്തൊക്കെ വേണം? അനുയോജ്യമായ മണ്ണും വളപ്രയോഗം വേണം അല്ലെ. സ്യൂട്ടബിൾ സോയിൽ ആൻഡ് പ്രോപ്പർ മാനറിങ് വേണം. പിന്നെ വെള്ളം വേണ്ടേ? വേണം. ആവശ്യത്തിന് ജലസേചനം വേണം. അഡിക്വറ്റ് ഇറിഗേഷൻ, കീടരോഗ നിയന്ത്രണവും മതിയായ സൂര്യപ്രകാശവും അല്ലെ. പെസ്റ്റ് ഓർ ഡിസീസ് കൺട്രോളും സഫീഷ്യന്റ് സൺലൈറ്റും അല്ലെ. വിത്ത് മാത്രം നന്നായാൽ മതിയോ? അല്ല, ബാക്കി കുറേ സാഹചര്യങ്ങളിലൂടെ നന്നായാലാണ് നമുക്ക് ഹൈ ഈൽഡ് കിട്ടുള്ളൂ. എൻ്റെ ചിത്രത്തിൽ കാണുന്ന 2 പയർചെടികളുടെയും ഗുണങ്ങളോട് കൂടിയ പുതിയ ഇനം പയർചെടി ഉൽപ്പാദിപ്പിക്കാൻ ഏത് മാർഗം സ്വീകരിക്കാം? എൻ്റെ കുട്ടികൾക്കറിയാം, പീ പ്ലാന്റ് ആണെങ്കിൽ ക്രോസ് പോളിനേഷൻ ആണ് അല്ലെ, ഡിഫറെൻറ്റ് വെറൈറ്റി ആണ്. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം, അത് സെയിം സ്പീഷീസ് ആണ്. 2 വ്യത്യസ്ത ചെടിയാണെങ്കിലും അത് എന്താ ഒരേ ഇനത്തിൽപ്പെട്ടതാണ്. ഇനി പദജോഡികൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി വിട്ടുപോയവ പൂരിപ്പിക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മുയൽ വളർത്തൽ എന്ന് പറയുന്നത് ക്യൂണിക്കൾച്ചർ ആണ്. കംപ്ലീറ്റ് ദ ബേർഡ് പെയേഴ്സ്. റാബിറ്റ് റിയറിംഗ് എന്ന് പറയുന്നത് ക്യൂണിക്കൾച്ചർ. ക്യൂട്ട് മുയലാണെന്ന് മിസ് ഓർത്ത് വെക്കാൻ പറഞ്ഞു. പുഷ്പകൃഷി എൻ്റെ കുഞ്ഞുങ്ങൾ പറയാം, മിസ് അത് ഫ്ലോറി കൾച്ചർ ആണെന്ന് പറയും അല്ലേ. ഫ്ലോറികൾച്ചർ. എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? തേനീച്ചനെ വളർത്തലാണല്ലേ. തേനീച്ച വളർത്തൽ. ഓക്കെ, അതായത് റെയറിംഗ് ഹണി ബീ ഓക്കെ ആണ്, പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്തത് ടോർച്ച് സെല്ല്, ഇൻസുലേറ്റഡ് ചെമ്പുകമ്പി, LED മൊഡ്യൂൾ എന്നിവ ഉപയോഗിച്ച് ഒരു സർക്യൂട്ട് ക്രമീകരിച്ചു. ചെമ്പുകമ്പിക്ക് നീളം കുറവാണ്. എന്തൊക്കെയുണ്ട്? സെല്ലുണ്ട്, സെല്ലിൽ നിന്ന് വയറുണ്ട്, ഇവിടെ ഒരു LED ഉണ്ട്. ഓക്കെ, സംഭവം നമ്മുടെ ചെമ്പുകമ്പി ഇപ്പോൾ ഇവിടെ വെച്ചപ്പോൾ ഇവിടെ ഗ്യാപ്പ് വന്നു. കണക്ഷൻ കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയിട്ടില്ല. മിസ്സേ, ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നില്ലേ മിസ്സേ? അത് കംപ്ലീറ്റ് ആണോ? അല്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ മിസ്സിന് അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ എൻ്റെ കുട്ടികൾ ഈ തന്നതിൽ എന്തൊക്കെ വസ്തുക്കളായിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക? മുട്ടുസൂചിയുണ്ട്, നാണയമുണ്ട്, മരക്കഷ്ണമുണ്ട്, നനഞ്ഞ കടലാസുണ്ട്, പെൻസിൽ ഗ്രാഫൈറ്റ് ഉണ്ട്, പ്ലാസ്റ്റിക് വളയുണ്ട്. അപ്പൊ എൻ്റെ കുട്ടികൾ ഇവിടെ വരുന്ന കോൺസെപ്റ്റ് തിയറി പറയുന്നത് എന്തായിരിക്കും? എന്തായിരുന്നു? ഇൻസുലേറ്റേഴ്സും കണ്ടക്ടേഴ്സും ആണ് അല്ലെ. ചാലകങ്ങളല്ലേ പറയുന്നത്. ഇൻസുലേറ്ററുകളും ചാലകങ്ങളുടെ കേസുമാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ കണ്ടക്ടേഴ്സ് വെച്ചാൽ മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യുന്നു? ഇപ്പൊ മിസ് ഇവിടെ ഒരു പിന്ന് വെച്ചു. ആഹാ, മിസ് ഇവിടെ പിന്ന് വെച്ചപ്പോൾ എന്തുണ്ടായി? പിന്നെ എന്ത് ചെയ്തു? ആ പിന്നിലൂടെ വൈദ്യുതി ഇതേ കടന്നുപോയി LED എത്തുന്നു. LED പ്രകാശിക്കുന്നു. അപ്പൊ ഇവിടെ കണ്ടക്ടേഴ്സ് പിന്ന് വന്നല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മിസ്സിന്റെ കുട്ടികളൊന്നും പറയണം, ഇതിൽ എന്തൊക്കെ ആയിരിക്കും? സേഫ്റ്റി പിന്ന്, അതുപോലെ തന്നെ കോയിൻ വെക്കാം, ബെഡ് പേപ്പർ വെക്കാം, പെൻസിൽ ഗ്രാഫൈറ്റ് വെക്കാം. ഇവരൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ കണ്ടക്ടേഴ്സ് ആണ്. പക്ഷേ വുഡൻ പീസും പ്ലാസ്റ്റിക് റിങ്ങും എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. ഇനി നാം കഴിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളും അതിലടങ്ങിയിരിക്കുന്ന ആസിഡും ഉൾപ്പെട്ട പട്ടിക പൂർത്തിയാക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ടാർട്ടാറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടാമറിൻ അല്ലേ, വാളൻ പുളിയാണല്ലേ. ഓക്കെ, അതായത് ടാർട്ടാറിക് ആസിഡ് എന്ന് പറയുന്നത് ഏതിലാണ്? വാളൻ പുളി. തക്കാളി എന്ന് പറയുന്നതോ? തക്കാളി ഓക്സാലിക് ആസിഡ് ആണല്ലേ. ഓക്കെ, ഓക്സാലിക് ആസിഡ്. ഇനി അസ്കോർബിക് ആസിഡ് ഏത് ഫ്രൂട്ടിലാ? ഗൂസ്ബെറിയിലാണല്ലേ, നെല്ലിക്കയിലാണ്. ഓക്കെ, ഗൂസ്ബെറി ആണ്. ഓക്കെ, അത് കഴിഞ്ഞ മാലിക് ആസിഡ് എന്ന് പറയുന്നത് ആപ്പിളിലാണ്. ഓക്കെ ആണ്, അതെന്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാം. ഇനി താഴെ നൽകിയിട്ടുള്ള കൃത്രിമ പരാഗണത്തിന്റെ ഘട്ടങ്ങളിൽ വിട്ടുപോയവ എഴുതുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യം എന്തായാലും എൻ്റെ കുട്ടികൾ ഉറപ്പിച്ചോ ചോദിക്കും. മിസ്സാ പറയുന്നത് ചോദിക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ ഈ ഭാഗത്തുനിന്നും എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പോകണം. ഓക്കെ ആണ്. അപ്പൊ ആസിഡിന്റെയും ഈ ഭാഗങ്ങളും വേണം. ഇതൊരു നല്ല ചോദ്യമാണ്. ഇത് നമ്മളെ അടുത്ത് ചോദിക്കാം. ഇത്രയും പറഞ്ഞതിൽ അതുപോലെ ഗ്രാഫ്റ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ഓടിപ്പോയി ഗ്രാഫ്റ്റിംഗിൽ
ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ആസിഡിന്റെ കാര്യം ആയി വരുന്ന ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. ആദ്യം മിസ്സ പറയുന്നത് പഠിച്ചിട്ട് പോകണം എൻ്റെ കുഞ്ഞുങ്ങൾ. ആസിഡ്സിന്റെ ഭാഗം എന്തായാലും പഠിച്ചിട്ട് പോകണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമ്മൾ ഗ്രാഫ്റ്റിങ്ങിലേക്കാണ് വന്നതല്ലേ. ഓക്കെ, ഗ്രാഫ്റ്റിംഗ് ഇത് ഇവിടെ ഉണ്ട്. നീലമാങ്ങേനെയും നാടൻ മാവും ചോദിക്കും. പക്ഷേ താഴെ നൽകിയിട്ടുള്ള കൃത്രിമ പരാഗണത്തിന്റെ ഘട്ടങ്ങളിൽ വിട്ടുപോയവ എഴുതുക. ഇത് ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കും അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഘട്ടം 1 നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഘട്ടം 2 പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കിട്ടുന്നു. ഘട്ടം 3 തന്നിട്ടില്ല. ഘട്ടം 4 ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു. ദ പോളൻ ഗ്രെയിൻ ദാറ്റ് ആർ കളക്റ്റഡ് ആർ ഡെപ്പോസിറ്റഡ് ഓഫ് ദി സ്റ്റിഗ്മ ഓഫ് ദി ഫ്ലവർ. പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഇതായിരുന്നു ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. മിസ് പറഞ്ഞു മിസ്സിന് 2 ഫ്ലവർ ഉണ്ട്. അതിൽ ഈ ഫ്ലവറിലാണ് മിസ്സിന് ഈ ഫ്ലവറിൻ്റെയും കൂടെ എന്ത് ചെയ്യുന്ന പൂവ് വേണ്ടതെന്ന് വിചാരിക്കാം. അപ്പം മിസ് ആദ്യം ഏതിലാണോ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ കൃത്രിമ പരാഗണം ചെയ്യേണ്ടത് ആ പൂവ് എടുക്കുന്നു. അതിലെ കേസരങ്ങൾ റിമൂവ് ചെയ്തു, സ്റ്റാമൻസിനെ റിമൂവ് ചെയ്തു. എന്നിട്ട് മിസ് എന്ത് ചെയ്തു, അത് കവർ ചെയ്തു അല്ലേ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, ഇവിടെ വിട്ടുപോയ ഭാഗത്ത് എന്തായിരുന്നു, ഇതാണല്ലേ ഫസ്റ്റ് വൺ, റിമൂവ് സ്റ്റാമൻസ് ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. സ്വയം പരാഗണം തടയാൻ കേസരങ്ങൾ നീക്കം ചെയ്തു. രണ്ടാമത്തേത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്നുള്ള വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്തിനാണ് അങ്ങനെ കിട്ടുന്നത്, ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ, സ്വപരാഗണം തടയാൻ വേണ്ടിയിട്ട്. അടുത്തത് മൂന്നാമത്തേത് എന്താ ചെയ്യേണ്ടത്, മൂന്നാമത്തേത് നമുക്ക് ഏത് പ്ലാന്റിൻ്റെ ആണോ വേണ്ടത് ആ പ്ലാന്റ് അല്ല, ഏത് ഫ്ലവറിനാണോ നമ്മൾ ഇത് കൊണ്ടു വെക്കുന്നത് ആ ഫ്ലവറിൽ നിന്ന് നമ്മൾ പോളൻസിനെ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. ഓക്കെ ആണ്. അപ്പോൾ കിട്ടിയല്ലോ, അതാണ് ചെയ്യേണ്ടത്. കളക്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ നമ്മുടെ ആദ്യത്തെ ഫ്ലവറിലേക്ക് അത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് കവർ ചെയ്യാം. ഇനി അടുത്തത് മീഥൈൽ ഓറഞ്ച് ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് അറിയാമല്ലോ. മീഥൈൽ ഓറഞ്ച് ഉപയോഗിച്ച് ആസിഡിനെയും ബേസിനെയും തരംതിരിക്കാം. ഞാൻ എൻ്റെ കുട്ടികൾക്ക് കോഡ് വെച്ച് പറഞ്ഞു തന്നിരുന്നു. മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ ആസിഡിൽ റെഡ് കാണിക്കും, ചുവപ്പ്, ബേസിൽ യെല്ലോ കാണിക്കും. മാർബി എന്നാണ് ഞാൻ നിങ്ങളോട് ഓർത്ത് വെക്കാൻ പറഞ്ഞത്, നിങ്ങൾ പഠിച്ചു വെക്കണം. മാർബി എന്തായിരുന്നു, ആസിഡിൽ റെഡ്, ബേസിൽ യെല്ലോ അല്ലേ, മഞ്ഞ കളർ കാണിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആസിഡിന് ഒരു ബേസിന് എടുക്കാം. ഇപ്പോൾ ഒരു ആസിഡ് വിനെഗർ എടുക്കാം. ഒരു ബേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെ എടുക്കാം, ചുണ്ണാമ്പ് വെള്ളത്തിന് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ലൈം വാട്ടർ. ഓക്കെ, ലൈം വാട്ടർ എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ വിനെഗറിലാണെങ്കിൽ മിസ് പറയുന്നു വിനെഗർ ആസിഡ് ആണെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വിനെഗർ അല്ലാതെ നമ്മൾ വേറെ ആരെടുത്തു, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഓക്കെ സോപ്പ് സൊല്യൂഷൻ എടുക്കാം വേണമെങ്കിൽ. സിമ്പിൾ, രണ്ടും സിമ്പിളാണ് സോപ്പ് സൊല്യൂഷൻ. അപ്പോൾ ഇതിലാണെങ്കിൽ മീഥൈൽ ഓറഞ്ച് എന്ത് കളർ തരും, നമുക്ക് എന്ത് കളർ തരും, എന്ത് തരും, റെഡ് തരും. ഇതിലാണെങ്കിൽ എന്ത് തരും, യെല്ലോ തരും. നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ, ചെയ്തൂടെ, പറ്റും. അടുത്തത് കുക്കുംബർ, ഗ്രേപ്സ്, ലെമൺ, ആപ്പിൾ, ടൊമാറ്റോ, ഇങ്ങനൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഇവരുടെ ഇത് ഈ പറഞ്ഞിട്ടുള്ള സബ്സ്റ്റൻസ് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിലും റെഡ് ലിറ്റ്മസ് പേപ്പറിലും മുക്കിയ സമയത്ത് എന്ത് കളർ ചേഞ്ച് ആണ് വന്നതെന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കുക. ഇവിടുത്തെ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിച്ചോ മക്കളെ. കുക്കുംബർ എന്തായിരുന്നു, റെഡ് കളർ വന്നു. ഗ്രേപ്സ് റെഡ് കളർ വന്നു. ലെമൺ റെഡ്, ആപ്പിൾ റെഡ്, ടൊമാറ്റോ റെഡ്. ഇവരെല്ലാം റെഡ് കളർ എന്ത്, ബ്ലൂ ലിറ്റ്മസ് പേപ്പറാണ് റെഡ് ആയത്. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആണെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് അറിയാം അതെന്താണ്, ആസിഡ് ആണ്. മിസ് പറഞ്ഞിട്ടുണ്ട് ആസിഡ് ആണെങ്കിൽ അത് ഡേഞ്ചർ ആണെന്ന് അല്ലേ. അപ്പോൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആണെങ്കിൽ ഇവരെല്ലാം എന്താണ്, ആസിഡ് ആണ്. ഓക്കെ, ആസിഡ് ആണ്. പക്ഷേ ഇവിടെ റെഡ് ലിറ്റ്മസ് പേപ്പർ ബാക്കി ഇപ്പം ഈ പറഞ്ഞ ആൾക്കാർ ഒന്നും റെഡ് ലിറ്റ്മസ് പേപ്പറിൽ കളർ കാണിച്ചില്ല. അപ്പോൾ ഉറപ്പിച്ചു അത് ആസിഡ് തന്നെ. ബേക്കിംഗ് സോഡ, നോ കളർ ചേഞ്ച് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൽ. പക്ഷേ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കി. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാം എന്തായിരുന്നു, റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കിയാൽ അത് ബേസ് ആണെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാം. അപ്പം എന്തായിരുന്നു രണ്ട് കൺക്ലൂഷൻ നിങ്ങൾക്ക് പറയാം. കുക്കുംബർ, ഗ്രേപ്സ്, ലെമൺ, ആപ്പിൾ, ടൊമാറ്റോയിലൊക്കെ എന്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്, എന്ത് അടങ്ങിയിട്ടുണ്ട്, ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കുന്നു. റെഡ് ലിറ്റ്മസ് പേപ്പറിൽ കളർ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. എന്നാൽ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പകാരത്തിൽ അത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന് നിറമാറ്റമൊന്നും ഉണ്ടാവുന്നില്ലെങ്കിലും റെഡ് ലിറ്റ്മസ് പേപ്പറിനെ അത് ബ്ലൂ ആക്കി മാറ്റുന്നു. അത് ബേസ് ആണ്. അങ്ങനെ എഴുതണം. ഇനി വിട്ടുപോയ ഭാഗം എഴുതാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാം. സർക്യൂട്ട് എയിൽ എന്ന് പറയുന്നത് ഇത് കത്തുന്നതാണോ കത്താത്ത ബൾബാണോ? അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ അറിയാം മിസ്സേ ഇവിടെ ഓഫ് ആണല്ലേ. ഓഫ് ആണെങ്കിൽ അതെങ്ങനെയാ മിസ്സേ കത്താം, അതുകൊണ്ട് അതവിടെ കത്തുന്നില്ല. ഇത് അൺലിറ്റ് ആയിട്ടുള്ള ബൾബാണ്, അൺലിറ്റ് ബൾബാണ്. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ സെല്ലാണെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാം. ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ചാലക കമ്പി അല്ലേ. ചാലക കമ്പി അല്ലെങ്കിൽ എന്താ പറയാ, കണ്ടക്റ്റിംഗ് വയർ.
പെന്നിനൊരു പ്രശ്നമുണ്ടോ? കണ്ടക്റ്റിംഗ് വയർ. ഓക്കെ, ചാലക കമ്പി അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് വയർ. ഇവിടെ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആണോ? ക്ലോസ്ഡ് സർക്യൂട്ട് ആണോ? ഒരിക്കലല്ല. ഇതാണല്ലേ അടഞ്ഞ സർക്യൂട്ട്, ക്ലോസ്ഡ് ആയിട്ടുള്ളത് സി ആണ്. ക്ലോസ്ഡ് സി ആണ്. സർക്യൂട്ടിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം. ഓപ്പൺ സർക്യൂട്ട്, ക്ലോസ്ഡ് സർക്യൂട്ട് എന്തായാലും പഠിച്ചിട്ടേ പോവാവൂ, ചോദിക്കും. ക്ലോസ്ഡ് സർക്യൂട്ട്. ഓക്കെ, അപ്പൊ ഇത് ക്ലോസ്ഡ് സർക്യൂട്ട് ആണ് അല്ലെ, അടഞ്ഞ സർക്യൂട്ട് ആണ്. ഇതെന്താണ്? ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ്. ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ്. ഓക്കെ, തുറന്ന സർക്യൂട്ട് ആണ്. തുറന്ന സർക്യൂട്ട് ആണ്. ഓക്കെ, സെറ്റ് ആണ്, പ്രശ്നമില്ല. ഇനി വൈദ്യുത ലൈനുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന മെറ്റൽ എന്താണ്? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാം. എന്താ? അലുമിനിയം. ചെമ്പ് എവിടെ യൂസ് ചെയ്യും? ചെമ്പ് വീടുകളിൽ അല്ലെ, വീടുകളിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് ചുവന്ന ചെമ്പരത്തിയിൽ വിവിധ നിറത്തിലുള്ള ചെമ്പരത്തി പൂക്കൾ ഉണ്ടാക്കാൻ പലതരം ചെമ്പരത്തി ചെടികളുടെ മുകുളങ്ങൾ ഒട്ടിച്ചു ചേർത്തു. വിവിധ ഘട്ടങ്ങൾ ക്രമമായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ചെമ്പരത്തി പൂക്കൾ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടെക്നിക്ക് എന്ത് യൂസ് ചെയ്യാം? ബഡ്ഡിങ് പഠിച്ചിട്ട് പോകണം. ബഡ്ഡിങ് എന്തായിരുന്നു? വിവിധ നിറങ്ങളിലുള്ള ചെമ്പരത്തിയുടെ മുകുളങ്ങൾ ശേഖരിച്ചു. ഓക്കെ, അപ്പോൾ ഒരു ചെമ്പരത്തി ഉണ്ട്, അതിൽ വ്യത്യസ്ത കളറുള്ള ചെമ്പരത്തികൾ കൊടുന്ന് വെക്കണമെങ്കിൽ ആ വ്യത്യസ്ത ഏതൊക്കെ കളർ? മിസ്സിനിപ്പോൾ മഞ്ഞ വേണം, പച്ച വേണ്ട, മഞ്ഞ വേണം, നീല ചെമ്പരത്തി ഇല്ലല്ലോ അല്ലെ, മഞ്ഞ ചെമ്പരത്തി, വെള്ള ചെമ്പരത്തി. ഓക്കെ, മഞ്ഞ ചെമ്പരത്തിയിൽ നിന്നും വെള്ള ചെമ്പരത്തിയിൽ നിന്നും മിസ് എന്ത് ചെയ്തു? മുകുളങ്ങളെ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ചുവപ്പ് ചെമ്പരത്തിയിലാണ് വെക്കുന്നത്. ആ മുകുളങ്ങൾ ചുവപ്പ് ചെമ്പരത്തിയിൽ ഒട്ടിക്കുന്നു, പൊതിയുന്നു. എന്താ? അവിടെ നിന്ന് പുതിയ പ്ലാന്റ് വരുന്നു. സെറ്റാണ്, പ്രശ്നമില്ല. ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ബഡ്ഡിങ്ങിന്റെ കേസ്. ഇത് പഠിച്ചിട്ട് പോകണം എൻ്റെ കുട്ടികൾ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് എന്തായിരുന്നു? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ക്ലാസ്സിൽ നമ്മളില്ലാത്ത സമയത്ത് എന്തായിരുന്നു? ഫാനും ട്യൂബ് ലൈറ്റും ഒക്കെ ഇട്ട് പോവാം. അപ്പോൾ അതിനെതിരെ നമുക്ക് വൈദ്യുതി സംരക്ഷിക്കാനായിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് സേവ് ഇലക്ട്രിസിറ്റി കൊടുക്കാം, സേവ് ലൈഫ് അല്ലേ, സേവ് ഇലക്ട്രിസിറ്റി സേവ് ലൈഫ് എന്ന് പറയാം. ബി സ്മാർട്ട് ആൻഡ് ബി കൺസർവേറ്റീവ്, അല്ലെങ്കിൽ എന്തായിരുന്നു? കൺസർവേറ്റീവ് ദ എനർജി എന്ന് പറയാം അല്ലേ, അതൊക്കെ പറയാം. ഒബ്സർവ് ദ ഫിഗർ, എക്സ്പ്ലെയിൻ ഹൗ ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ്. എന്തായിരുന്നു? ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ എങ്ങനെയാണ് വൈദ്യുതി വരുന്നത്? അപ്പോൾ എൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം, ഇതെന്താണ്? ഇത് റിസർവോയർ ആണ് അല്ലേ, റിസർവോയർ. ഓക്കെ, ഈ റിസർവോയറിൽ ഒരു പൈപ്പുണ്ട് അല്ലേ. ഇവിടെ ആ പൈപ്പിൽ റിസർവോയറിൽ ഓൾറെഡി വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ആ വെള്ളത്തിന് നേരെ ഇങ്ങോട്ട് വിടുന്ന സമയത്ത് ഇതെന്തായിരുന്നു? പെൻസ്റ്റോക്ക് പൈപ്പാണ് അല്ലേ. ഇവിടെ ഒരു ടർബൈൻ ഉണ്ട്. ടർബൈൻ എന്ത് ചെയ്യുന്നു? കറങ്ങുന്നു. അതുമായിട്ട് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? ജനറേറ്റർ വെച്ചിട്ടുണ്ട്. ആ ജനറേറ്റർ നമുക്ക് എന്ത് തരുന്നു? വൈദ്യുതി തരുന്നു അല്ലെ, വൈദ്യുതി തരുന്നു. പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താ? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സിസ്റ്റം കൺവേർട്ട് എനർജി ഫ്രം ദി സൺ ടു ഇലക്ട്രിക് എനർജി? സണ്ണിൽ നിന്ന് ഇലക്ട്രിക് എനർജി ഉണ്ടാക്കുന്നത് എൻ്റെ കുട്ടികൾക്ക് അറിയാതെ സോളാർ സെല്ലാണെന്ന്. പ്രശ്നമില്ല. ഓക്കെ ആണ്, സോളാർ സെല്ലാണെന്ന് അറിയാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുള്ളതിൽ സെല്ല് കണക്ട് ചെയ്തതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാം, സെല്ല് കണക്ട് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവിൻ്റെ അടുത്ത് അപ്പുറത്ത് നെഗറ്റീവാണ് വരേണ്ടത്. അപ്പം എ ശരിയാണ്, സിയും ശരിയാണ്. ഓക്കെ, ഇതിൽ കൂടുതൽ വൈദ്യുതി ലഭിക്കുന്നത് സിയിൽ നിന്നാണ്. സെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ വൈദ്യുതി കൂടുന്നു. ഓക്കെ ആണ്. അത് കഴിഞ്ഞു, ഫിനോൾഫ്തലിൻ ഒരു വൈറ്റ് പേപ്പറിൽ സ്പ്രേ ചെയ്ത സമയത്ത് എന്താ? ഒരു പിങ്ക് കളർ കാണിച്ചു. ഒരു വൈറ്റ് പേപ്പർ ഉണ്ട് മിസ്സിൻ്റെ, ഫിനോൾഫ്തലിൻ മിസ് അതിൽ സ്പ്രേ ചെയ്തു. അപ്പോൾ നമ്മുടെ വൈറ്റ് പേപ്പർ ഇപ്പം എന്തായി മാറി? പിങ്ക് കളർ കാണിച്ചു. അപ്പോൾ അതിലെന്തായിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവാന്നുള്ള, ഏത് സബ്സ്റ്റൻസ് ആയിരിക്കും ആ വൈറ്റ് പേപ്പറിൽ യൂസ് ചെയ്തതെന്നാണ് ചോദിച്ചത്. എന്തായിരിക്കും? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലൈം ജ്യൂസ് സോൾട്ട് സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലല്ല, കാര്യം അതിൽ ആസിഡ് ഉണ്ടല്ലേ ലൈം ജ്യൂസ്. അപ്പോൾ അത് ഫിനോൾഫ്തലിൻ പിങ്ക് അല്ല കാണിക്കുക. എൻ്റെ കുട്ടികൾ അറിയാം, അതായത് ഇവിടെ പഠിക്കേണ്ട കോൺസെപ്റ്റ് ഫിനോൾഫ്തലിൻ എന്ന് പറഞ്ഞാൽ പി എന്ന് മിസ് എഴുതി. ഫിനോൾഫ്തലിൻ ആസിഡിൽ കളർലെസ്, നിറമാറ്റമില്ല. എന്നാൽ ബേസിൽ എന്തായിരുന്നു? പിങ്ക്. ഓക്കെ, അപ്പൊ പിങ്ക് കാണിക്കണമെങ്കിൽ ഇതില് ഓപ്ഷൻസിൽ ആരാവണം? ബേസ് ആവണം. അപ്പൊ സോപ്പ് സൊല്യൂഷനും ലൈം വാട്ടറും ബേസ് ആണ് അല്ലേ. ഒന്ന് നോക്കി നോക്കുക, സോപ്പ് ലായനിയും ചുണ്ണാമ്പ് വെള്ളവും ബേസ് ആണ്. അപ്പൊ അത് പിങ്ക് കളർ കാണിക്കും. സെറ്റാണ്.
ചൂടുവെള്ളം ശരീരത്തിൽ വീണ് പൊള്ളലേൽക്കുന്നതിനേക്കാൾ അപകടമാണ് ആസിഡ് ശരീരത്തിൽ വീണ് പൊള്ളലേൽക്കുന്നത്. അതിന് കാരണം എന്താണ്? ഫസ്റ്റ് എയ്ഡ് എന്താ ചോദിച്ചിട്ടുള്ളത്? അതായത് ഇപ്പോൾ ആസിഡ് എന്ന് വെച്ചാൽ അതിന് അത്രയും എന്താണ്, അത് വളരെ സ്ട്രോങ് ആയിരിക്കും, ആസിഡിന് കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ബേൺ ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റ് എയ്ഡ് എപ്പോഴും ആസിഡ് വന്നാലും നമ്മൾ ആദ്യം വെള്ളം ഉപയോഗിച്ച് കഴുകണം. നല്ല ഗുരുതരമായിട്ടുള്ള പൊള്ളലുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. വിനെഗർ യൂസ് ചെയ്യുന്നു എന്തിലും? അച്ചാറിൽ അല്ലേ? ഓക്കെ. ആൻഡ് റൈറ്റ് ടു അതർ യൂസസ് ഓഫ് വിനെഗർ. വിനെഗറിൻ്റെ അടുത്ത യൂസസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? വിനെഗറിൻ്റെ അടുത്ത യൂസുകൾ നമുക്കറിയാം. വെയിറ്റ് ഓക്കെ, ഞാൻ എഴുതിയിട്ടില്ല. വിനെഗറിൻ്റെ അടുത്ത യൂസ് എന്ന് വെച്ചാൽ നമുക്ക് പ്രിസർവേറ്റീവ് ആയിട്ട് അതുപോലെ തന്നെ ക്ലീനിങ് ഏജന്റ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണ്, പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടല്ലേ. ജനലും ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ പുളിരുചി നൽകാൻ, മാംസം പെട്ടെന്ന് വേവിക്കാനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രിസർവേഷൻ ആയിട്ടൊക്കെ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ഇവിടെ തവളകൾ ഇല്ലാതാകുന്നത് കാർഷികോൽപാദനത്തെ എങ്ങനെ ബാധിക്കും? പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ്. ബാധിക്കും എന്ന് പറഞ്ഞു, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ പ്രസ്താവന പൂർണ്ണമായിട്ട് ശരിയാണ്. കാരണം തവള ഉണ്ടെങ്കിൽ ഫ്രോഗ് എന്ത് ചെയ്യുന്നു? അത് ബയോളജിക്കൽ കൺട്രോൾ അല്ല. അവിടെ നമ്മുടെ കൃഷിയിടത്തിൽ വല്ല പെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഭക്ഷിച്ചോളും. അപ്പം നമ്മുടെ ചെടിയൊക്കെ വളരും. ഇനിയിപ്പോൾ തവളയുടെ എണ്ണം കുറഞ്ഞു, തവള കുറഞ്ഞു കഴിഞ്ഞാൽ എന്താവും പ്രശ്നം? ആ പെസ്റ്റൊക്കെ കൂടും. അപ്പം നമ്മുടെ കൃഷിനൊക്കെ നശിപ്പിക്കും. ഓക്കെ, ഇനി അടുത്തത് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഭാഗത്ത് നിന്ന് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് 7 ബേസിക് സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. കായിക പ്രജനനവുമായി ബന്ധപ്പെട്ട പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അനുയോജ്യമായ രീതിയിൽ പട്ടിക പൂർത്തിയാക്കുക. കറിവേപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്കറിയാം വേരിൽ നിന്നാണെന്നറിയാം. കാണ്ഡം എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മ, റോസ് ഒക്കെ പറയാം അല്ലെ, നമുക്ക് റോസ് പറയാം. ഷുഗർ കെയിൻ പറയാം. ഇലമുളച്ചി ഇലയിൽ നിന്നാണ്. ചേമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം അണ്ടർഗ്രൗണ്ട് സ്റ്റെം, ഭൂകാണ്ഡമാണ് അല്ലെ. ഓക്കെ, അപ്പോൾ റൂട്ടാണ്. റോസ്, ലീഫ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ഓക്കെ ആണ്, പ്രശ്നമില്ല. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നുള്ള ഭാഗത്ത് നിന്നാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും പഠിച്ചിട്ട് എൻ്റെ കുട്ടികൾ പോവാവോ എക്സാമിന്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എല്ലാം തെറ്റാണ് അല്ലേ. അതായത് ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത് കോഴിക്കൃഷിയാണോ? ഒരിക്കലല്ല. ഫ്ലോറി എന്ന് പറഞ്ഞാൽ പുഷ്പമാണ് അല്ലെ. എപ്പി കൾച്ചർ എന്ന് പറഞ്ഞാൽ തേനീച്ച വളർത്തലാണ്. മഷ്റൂം കൾച്ചർ കൂൺ കൃഷിയാണ്. പോൾട്രി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ അത് കോഴിക്കൃഷിയാണ്. ഓക്കെ, ഇനി സങ്കരയിന വിത്തുകളുടെ കൂട്ടത്തിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. ഹൈബ്രിഡ് സീഡ്സ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ചോദിക്കാവുന്ന ഭാഗമാണ്. പഠിച്ചിട്ടേ പോവാവൂ. നെല്ല് പവിത്ര അന്നപൂർണ, ജ്യോതിക വരില്ല, ജ്യോതിക പയറിലാണ്. മുളക് ഉജ്ജ്വല ജ്വാലാമുഖി ഭാഗ്യലക്ഷ്മി വരില്ല, പയറിലാണ്. വെണ്ട സൽകീർത്തി കിരൺ സുസ്ഥിര, വെണ്ട ശരിയാണ്. വഴുതന ഹരിത ശ്വേത സൂര്യ കറക്റ്റ് ആണല്ലേ. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ ടെക്സ്റ്റിൽ വഴുതന ഇല്ല, എന്നാലും നിങ്ങളത് പഠിച്ചിട്ട് പോക്കോ. അപ്പോൾ നമുക്ക് സിയും ഡിയും ശരിയാണ്. ഏതായിരുന്നു? 3 ആണല്ലേ. ഓക്കെ ആണ്. ഇതാണ് ഇവിടെ തന്നിട്ടുണ്ട്. ലേഡീസ് ഫിംഗർ, സൽകീർത്തി കിരൺ അവരൊക്കെ തന്നിട്ടുണ്ട്. ബ്രിഞ്ചാൾ. അപ്പോൾ സിയും ഡി ആണ്. ഇതറിയാലോ, ഫ്ലോറികൾച്ചർ, അത് നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, അടുത്തത് ഇവിടെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് തന്നിട്ടുണ്ട്. ആ ഇൻസ്ട്രുമെന്റ്സിന്റെ പിടിയൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കണ്ടക്ടേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, കണ്ടക്ടേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. ഓക്കെ, അത് വേറെ ചോദ്യമായിട്ട് ഉണ്ട്. ഇതിപ്പോൾ പിടി ഉണ്ടാക്കിയിട്ടുള്ളത് ഇൻസുലേഷൻ കൊണ്ടാണ് അല്ലേ. അപ്പോൾ മിസ്സിൻ്റെ കയ്യിൽ ഇവിടെ ഒരു വയറ് ഉണ്ട്, ഇതിൽ ഒരു ഇൻസുലേഷൻ ഉണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് മിസ്സിന് എന്തായിരുന്നു, മിസ് ഇത് ചാർജ് ചെയ്താലൊന്നും അതിൻ്റെ ചെമ്പ് കമ്പി റാപ്പ് ചെയ്തിട്ട് ഇൻസുലേഷൻ ഉണ്ട്. അപ്പം മിസ്സിന് ഷോക്കൊന്നും അടിക്കില്ല. അപ്പോൾ എൻ്റെ കുട്ടികൾ പറയണം റിമൂവിങ് ഇൻസുലേഷൻ ഫ്രം ആൻ ഇലക്ട്രിക് വയർ എന്താ യൂസ് ചെയ്യാം? സ്ട്രിപ്പറിനെ യൂസ് ചെയ്യാം. സ്ട്രിപ്പർ. അപ്പം എൻ്റെ കുട്ടികൾ വേഗം അവിടെ ഇരുന്ന് പറയുണ്ടാവും അല്ലേ. സ്ട്രിപ്പർ മിസ് അത് ഡി ആണെന്ന് പറയുമായിരിക്കും. ഓപ്ഷൻ അത് ഡി ആണ്. ടെസ്റ്റിംഗ് ഇലക്ട്രിക് കറന്റ്, ടെസ്റ്റർ വേണം, അത് ഓപ്ഷൻ എ ആണ്. ഓക്കെ ആണ്, പ്രശ്നമില്ല. ഇനി ചിത്രം പരിശോധിച്ചല്ലോ. നിങ്ങൾ പഠിച്ച മക്കളെ, മെറ്റൽ ആൻഡ് ആസിഡ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എന്തായാലും നിങ്ങൾക്ക് ചോദ്യം വരും, പഠിച്ചിട്ടേ പോവാവൂ. ചിത്രം പരിശോധിച്ചല്ലോ. ബലൂണിനുള്ളിൽ നിറഞ്ഞ വാതകം ഏതാണ്? എൻ്റെ കുട്ടികൾക്ക് അറിയാം. വാതകം അവിടെ ഹൈഡ്രജൻ ആണ്. ഓക്കെ, ബലൂണിൽ നിറഞ്ഞ വാതകത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതായത് ഭാരം കുറവാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ വിനാഗിരി, മെഗ്നീഷ്യം റിബൺ എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണം ആസൂത്രണം ചെയ്യാനാണ്. അത് മിസ് കാണിക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് സിംപ്ലി ഞാൻ പറഞ്ഞ് കാണിക്കാം.
ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. ഓക്കെ, ആ ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അതിൽ മിസ് എന്ത് ആഡ് ചെയ്യുന്നു? വിനാഗിരീനെ കൊടുക്കുന്നു. അതിനുശേഷം മെഗ്നീഷ്യം കൊടുക്കുന്നു. ഓക്കെ, അത് രണ്ടും ഇതിലിടുന്നു. ഓക്കെ, എന്നിട്ട് എന്താ കുറച്ച് കഴിഞ്ഞാൽ അതിന്ന് ബബിൾസ് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം മിസ്സിന് സംശയമായി ബബിൾസ് ഏത് വാതകമാണ്. അപ്പം മിസ് എന്ത് ചെയ്തു? ഒരു തീപ്പെട്ടിക്കൊള്ളി ഇവിടെ കൊടുന്ന് കാണിച്ചു. തീപ്പെട്ടിക്കൊള്ളി ഒരു പോപ്പ് ശബ്ദത്തോട് കൂടി കത്തി. അപ്പം അത് ഏത് വാതകമാണ്? ഹൈഡ്രജൻ വാതകമാണ്. നിഗമനം അവിടെ ഹൈഡ്രജൻ വാതകം എഴുതും. സാമഗ്രികൾ വേണം, അതുപോലെ തന്നെ അതായത് എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണം എന്നുള്ളതുണ്ട്. പിന്നെ പ്രൊസീജിയർ ഉണ്ട് അല്ലെ, പരീക്ഷണ രീതി ഉണ്ട്, അതുപോലെ തന്നെ ഒബ്സർവേഷൻ ഉണ്ട്, നിരീക്ഷണം ഉണ്ട്, ഇൻഫറൻസ്, നിഗമനം, ഇത്രയും കാര്യങ്ങൾ നിഗമനം ഇതെല്ലാം എഴുതിയിട്ടാണ് നിങ്ങൾ ഒരു പരീക്ഷണം എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ വേരിയസ് അഗ്രികൾച്ചർ റിസർച്ച് സെന്റേഴ്സ് ആൻഡ് ക്രോപ്സ് ഡെവലപ്ഡ് ദർ ആർ ഗിവൺ ബിലോ തന്നിട്ടുണ്ട്. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഏതൊക്കെ ക്രോപ്സ് ആയിരുന്നോ? ട്യൂബർ ക്രോപ്സിന്റെ ആണല്ലേ. ഓക്കെ, ഇനി ഗവേഷണ കേന്ദ്രം പറഞ്ഞു. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ഏത് കാർഷിക വിളയാണ്? കിഴങ്ങുവർഗ്ഗങ്ങളാണ്. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ ഈ റിസർച്ച് സെന്റേഴ്സിൽ നമുക്ക് എന്തായിരുന്നു? കോക്കനട്ടും അരഗ്നട്ടും പറഞ്ഞിട്ടുണ്ട്. തെങ്ങും കവുങ്ങും എന്താ? കേന്ദ്ര കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. ഗവേഷണ കേന്ദ്രം, തോട്ടവിള ഗവേഷണ കേന്ദ്രം. ഓക്കെ, അതായത് നമുക്കറിയാം CPCRI ആണല്ലേ. ഓക്കെ, സെൻട്രൽ പ്ലാന്റേഷൻ ആൻഡ് ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓക്കെ, ഇനി മക്കളെ യൂറിയ, പുകയില കഷായം, മണ്ണിര കമ്പോസ്റ്റ്, ട്രൈക്കോഗ്രാമ ഇവരൊക്കെ തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പട്ടിക കറക്റ്റ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കുഞ്ഞുങ്ങൾക്കറിയാം യൂറിയ എന്ന് പറയുന്നത് എന്തായിരുന്നു? B ആണല്ലേ, രാസവളമാണ്. 2 പുകയില കഷായം എന്ന് പറയുന്നത് എന്താണ്? 2 C ആണ്, ജൈവ കീടനാശിനിയാണ്. 3 മണ്ണിര കമ്പോസ്റ്റ് അതായത് കെമിക്കൽ ഫെർട്ടിലൈസർ ആണ്. മണ്ണിര കമ്പോസ്റ്റ് വേർമി കമ്പോസ്റ്റ് എന്ന് പറയുന്നത് D ആണ്, ജൈവവളമാണ്, ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ്. ട്രൈക്കോഗ്രാമ എന്ന് പറയുന്നത് ബയോളജിക്കൽ കൺട്രോൾ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ A ആണ് അല്ലേ, ഇതുമായിട്ട് വന്നത് A ആണ്, ശരിയാണ്. ഇനി നമ്മൾ ഇത് നേരത്തെ പറഞ്ഞു ഇൻസ്ട്രുമെന്റ്സിന്റെ പിടിയുടെ കാര്യം, അത് ഇൻസുലേറ്റേഴ്സ് ആണെന്നുള്ളത്. ഓക്കെ, ഇത് ഈ പരീക്ഷണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ശാസ്ത്ര കിറ്റിൽ അപ്പക്കാരം, ടെസ്റ്റ് ട്യൂബ്, മഗ്നീഷ്യം റിബൺ, വിനാഗിരി, ചുണ്ണാമ്പുകളൊക്കെ തന്നിട്ടുണ്ട്, തീപ്പെട്ടിയുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഒരു പരീക്ഷണം ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിപ്പോണം. മക്കളെ കണ്ടോ സാമഗ്രികൾ? ഓക്കെ, എക്യുപ്മെന്റ്സ് എന്തൊക്കെ വേണം, പിന്നെ പരീക്ഷണക്രമം, നിരീക്ഷണം, നിഗമനം, ഇങ്ങനെയാണ് അത് എക്സ്പെരിമെന്റ് എഴുതി പോകേണ്ടത്. ഇനി അടുത്തത് ദി സ്റ്റാമൻസ് ഓഫ് ദി ഫ്ലവർ സെലക്ടഡ് ഫോർ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആർ റിമൂവ്ഡ്. സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 2. ദി സ്റ്റാമൻസ് ആർ റിമൂവ്ഡ് ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? ആർട്ടിഫിഷ്യൽ പോളിനേഷനിൽ ഇതിലാണോ ചെയ്യുന്നത് അതിന്റെ കേസരങ്ങൾ നീക്കം ചെയ്യുന്നു. കേസരങ്ങൾ എന്തിനു നീക്കം ചെയ്യുന്നു? ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. സോ പരാഗണം തടയുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ. സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം ശരിയാണ്. ആൻഡ് എന്താ പറഞ്ഞ 2 ഈസ് റീസൺ ഓഫ് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻസർ D ആണ്. സെറ്റാണ്, അതാണ് ഇപ്പോൾ അതിന്റെ മലയാളമാണുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞു. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയായ ജോഡി എന്ന് പറഞ്ഞാൽ അതിൽ LED ഉണ്ട്, ബസർ ഉണ്ട്, ബാറ്ററി ഉണ്ട്. എൻ്റെ കുട്ടികൾക്ക് അറിയാം ഇതില് LED എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, ബസർ തെറ്റാണ്, ബാറ്ററിയും എന്താണ്? തെറ്റാണല്ലേ. ഇതെന്താണ്? ഇത് അൺലിറ്റ് ബൾബാണല്ലേ, അൺലിറ്റ് ബൾബാണ്. ഈ കേസ് എന്ന് പറയുന്നത് അൺലിറ്റ് ബൾബാണ്. ഇത് പ്രകാശിച്ചാൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം, ഗ്ലോയിങ് ബൾബായിരിക്കും. ഓക്കെ ആണ്. ഇനി ബാറ്ററി ആണെങ്കിൽ ഇങ്ങനെയാണോ? ബാറ്ററി ആണെങ്കിൽ ഇങ്ങനെയല്ലേ നമ്മൾ ബാറ്ററി എഴുതാം. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിൽ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. മക്കൾ നിങ്ങൾ ആലോചിക്കണം, LED പ്രകാശിച്ചു, LED പ്രകാശിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് അല്ലെ, ചാലകങ്ങളും ഇൻസുലേറ്റേഴ്സിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ബോധം വേണം. ഇവിടെ സേഫ്റ്റി പിൻ വെച്ച സമയത്തും അതുപോലെ തന്നെ അതെന്താ LED പ്രകാശിച്ചു, അതെന്താ വൈദ്യുതി കടത്തിവിട്ടു. എൻ്റെ കുഞ്ഞുങ്ങൾക്കറിയാം അത് ശരിയാണെന്ന്. പ്ലാസ്റ്റിക് വള എന്ന് പറയുന്നത് LED പ്രകാശിച്ചു, വൈദ്യുതി എന്താ കടത്തിവിട്ടോ? LEDയിൽ പ്ലാസ്റ്റിക് വള എന്താ? അത് ഇൻസുലേറ്റർ ആണല്ലേ, അപ്പൊ വൈദ്യുതി കടത്തിവിടുന്നില്ല. പെൻസിൽ ഗ്രാഫൈറ്റ് LED പ്രകാശിച്ചില്ല, അത് തെറ്റാണ്. കാര്യം LED പ്രകാശിക്കണം. ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ അത് കണ്ടക്ടേഴ്സ് ആണ്, ചാലകങ്ങളാണല്ലേ. ലോഹവള LED പ്രകാശിച്ചു അല്ലേ, ലോഹവളയിലെ LED പ്രകാശിക്കും. കാര്യം ലോഹവള എന്ന് പറഞ്ഞാൽ അത് കണ്ടക്ടർ ആണ്. ഓക്കെ ആണ്. അപ്പോൾ ഇതിലേതായിരിക്കും എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് പറഞ്ഞേ, ഏതെല്ലാം വസ്തുക്കളിലെ നിരീക്ഷണവും നിഗമനവുമാണ് ശരിയായി പട്ടികപ്പെടുത്തിയത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് പേഴ്സ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് ഇൻഫറൻസ് ആർ കറക്റ്റ്? വി നോ ദാറ്റ് ദ സേഫ്റ്റി പിൻ ആൻഡ് ലോഹവള, സേഫ്റ്റി പിൻ ആൻഡ് മെറ്റൽ ബാങ്കിൾ.
ഓക്കെ ആണ്, സെറ്റ് അല്ലേ മക്കളെ? നമ്മളിപ്പോൾ 3 ചാപ്റ്ററിൻ്റെ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കി. 4ാമത്തെ ചാപ്റ്ററിൽ ഏതായിരുന്നു? ട്രാൻസ്പാരൻസി, ട്രാൻസ്ലൂസൻസി ആൻഡ് ഒപ്പാസിറ്റി ഇൻ ഡെയിലി ലൈഫ്. ദൈനംദിന ജീവിതത്തിൽ സുതാര്യത, അർദ്ധധാര്യത, അധാര്യതയാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, സുതാര്യത ട്രാൻസ്പാരൻ്റ് ആണെങ്കിൽ പ്രകാശത്തെ അല്ലെ ലൈറ്റിനെ കംപ്ലീറ്റ്ലി അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ പാർഷ്യലിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അത് അർദ്ധധാര്യമാണ്. അധാര്യത ഒപ്പാക്കി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് അല്ലെ, ലൈറ്റിനെ ഒട്ടും കടത്തിവിടുന്നില്ലെങ്കിലാണ് അങ്ങനെ വരുന്നത്. കുറച്ച് എക്സാമ്പിൾസ് ഇത് എൻ്റെ കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോകണം. ഓക്കെ ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇതൊന്നും അല്ല മിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഷുവർ എ ഗ്രേഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മിസ് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടികൾ ജസ്റ്റ് വന്ന് ആ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്തിരിക്കേ വേണ്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മിസ് ഇന്ന് ലൈവിൽ വരുന്നുണ്ട്. ഇന്ന് കൃത്യം 7:30 MS സൊല്യൂഷൻ്റെ ക്ലാസ് 7 യൂട്യൂബ് ചാനലിൽ മിസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാം, ഒരുമിച്ചിരുന്ന് സെറ്റ് ആക്കാം. ഓണത്തിലെ എക്സാമിന് ബേസിക് സയൻസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടുന്ന രീതിയിൽ മിസ് സെറ്റാക്കി തരും. അപ്പോൾ പഠിക്കാൻ റെഡി ആയിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ വരണം. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ ക്ലാസ്സിൻ്റെ നോട്ട്സ് കിട്ടണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. അത് ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടക്കുന്നുണ്ട്. വേഗം ഓടിച്ചെന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റാണെങ്കിൽ എല്ലാം മിന്നിമായെന്നല്ലേ, എല്ലാം സെറ്റാണെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ. ഇന്ന് കൃത്യം 7:30 നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പഠിക്കാം. സെറ്റാണ്. താങ്ക് യു.